എന്തോ എന്ന് പറഞ്ഞേ? ദൈവത്തോളം പ്രായമുള്ള ദൈവത്തിന്റെ വചനം. അതിന്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രസാദം അനുഭവിച്ചുകൊണ്ട് വേണം നാം ദൈവസന്നിധിയിലായിരിക്കാൻ. ഞാനൊരു പഠനം എന്നുള്ള നിലയിൽ വേദപുസ്തകത്തിലെ ഒരു വ്യക്തിയെ കുറിച്ച് ശാന്തമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദപുസ്തകത്തിൽ എന്ന് പറയുന്നത് വ്യക്തികളെ കുറിച്ചുള്ള പഠനം വിശാലമാണ്. എന്തിനെ കുറിച്ചുള്ളത്? വ്യക്തികളെ കുറിച്ചുള്ള. ഉദാഹരണം, വ്യക്തികളുടെ പേരിൽ, സഹോദരന്മാരുടെ പേരിൽ പോലും ഈ പുസ്തകത്തിൽ എന്താ ഉണ്ട്? പുസ്തകങ്ങളുണ്ട്. വ്യക്തികളുടെ ചരിത്രം പറയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം ഓരോ വ്യക്തികളായതുകൊണ്ട് നമ്മുടെ ഗുണദോഷത്തിനും ആത്മീക വർധനവിനും ആത്മീക ബലത്തിനും അത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ് വ്യക്തികളുടെ ചരിത്രം വേദപുസ്തകത്തിൽ ധാരാളമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഒരാളെ കുറിച്ച് നമുക്ക് നോക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്നെടുക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. അടുത്തത് അല്ലല്ലല്ല, ജോബിന്റെ സഹിഷ്ണുത ഞങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കഥാപാത്രമാണ് ആര്? യോബിനെ കുറിച്ച് അറിയാവുന്നല്ലാതെ കൈ ഉയർത്തിക്കേ. യോബിനെ കുറിച്ച് അറിയാവുന്നതിന് കൈ ഉയർത്തിക്കേ. എല്ലാവർക്കും അറിയാം, ഞാൻ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ട് ചോദിക്കണ്ട. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, അറിയാമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങോട്ട് പോകേണ്ട വഴി ഏതാ? എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കത്തില്ല. അറിയാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അറിയാവുന്നതിന് പറഞ്ഞതിന് മറുപടി പറയാം. അവിടെ വായിക്കുന്നത് യോബിന്റെ സഹിഷ്ണുത. എല്ലാവരും പറഞ്ഞ് കേട്ടില്ല? സഹിഷ്ണുത. ക്രിസ്തീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് ഇല്ലാത്ത ഒന്നിന്റെ പേരാണ് എന്ത്? കുറച്ച് പറ. 12 എന്നുള്ളത് 31 ആയാൽ നമ്മുടെ എന്തോ നഷ്ടപ്പെടും. എന്തോ? എന്നാൽ താമസിച്ച് വന്നാൽ നമ്മുടെ സഹിഷ്ണുത നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടാറില്ല. അപ്പോൾ ഒരു കാര്യത്തിലും നമുക്ക് അവൻ ഫുഡ് അങ്ങോട്ട് കൊണ്ട് വെച്ച് ഉടനെ ചൂടോടെ സഹിഷ്ണുതയില്ല. അതൊന്നും ആറാൻ നോക്കിയിരിക്കത്തില്ല. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവം നടന്നു. ഒരു വലിയ യോഗം കഴിഞ്ഞോടനെ ഒരു സഹോദരി ഭാഷയുടെ അടുത്തോട്ട് വന്നു. ഭാഷ ചോദിച്ചു, എന്താ വിഷയം? എന്തുവാ രോഗം വല്ല വന്നു? എനിക്ക് രോഗമൊന്നുമില്ല. മക്കൾക്ക് വേണ്ടി എനിക്ക് എൻ്റെ പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന് വേണ്ടി എൻ്റെ അച്ഛൻ ഒരു കുഴപ്പമില്ല. പിന്നെ എന്തുവാ കാര്യം പറ. പശുവിനോ കാടിനോ? എനിക്ക് പശു കാടൊന്നുമില്ല. ചേട്ടാ ഭാഷകാർ ചിദംബരം ഗുരുവാൻ അവസാനം ചോദിച്ച് കാര്യം എന്താ പറ സഹോദരി? എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. പാസ്റ്ററെ, എനിക്ക് സഹിഷ്ണുതയില്ല. എന്തോ ഇല്ല? ഭാഷയുടെ പ്രസംഗം പോലും കേൾക്കാൻ സഹിഷ്ണുതയില്ല. വീട്ടിലെ അച്ചായം പറഞ്ഞ കേൾക്കാൻ സഹിഷ്ണുതയില്ല. പിള്ളേർ ചെയ്യുന്ന കാണാൻ സഹിഷ്ണുതയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് എന്തിനു വേണ്ടി? സഹിഷ്ണുതയ്ക്ക് വേണ്ടി. ഭാഷ ജീവിതത്തിൽ ആദ്യം ഒരു കേസ് കേട്ട് കിട്ടുക. ഇതുപോലൊരു കേസ് കേട്ടതിന് മുമ്പ് കിട്ടിയിട്ടില്ല. ഭാഷ അത് ഒരു ദിവസം കണ്ണടച്ചു. സ്വർഗീയ പിതാവേ, നിന്റെ ഈ ദാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറിയ കഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ നീ ഇന്നു മുതൽ കൊടുക്കണമേ. ഏറിയ കഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നീ കൊടുക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഉപദേശം എന്തുവാ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥന കഴിഞ്ഞതും ഈറ്റപ്പുലിയുടെ കുട്ടി സഹോദരി, കേട്ടോ താൻ എന്തുവാ എന്റെ തലേ കൈവച്ച് പറഞ്ഞത്? തന്നോട് ഞാൻ പറഞ്ഞതെന്താ? പ്ലീസ് സഹോദരി വെയിറ്റ്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, കഷ്ടത
ഉറച്ചു പറ. അപ്പൊ സഹിഷ്ണുത വരണമെങ്കിൽ എന്തോ വരണം? അപ്പൊ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ച് വചനപ്രകാരമാണോ? ആണോ? കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കും. കണ്ടോ? വേദപുസ്തകം എന്ന് പറയുന്നത് വലിയ രസകരമായ പുസ്തകം. ഈ തേങ്ങ നട്ടാൽ എന്തോ ഉണ്ടാവും? അതോ മാവോ? മാവ് നട്ടാലോ? ശരി. എന്നാൽ വേദപുസ്തകം പറയുന്നു സഹിഷ്ണുത നട്ടാൽ അല്ല കഷ്ടത നട്ടാൽ സഹിഷ്ണുത നട്ടാൽ സിദ്ധത നട്ടാൽ പിന്നെ ഒന്നുമില്ല, പ്രത്യാശയായ പിന്നെ ഒന്നുമില്ല. കണ്ടു? അപ്പോൾ വേദപുസ്തകം എന്ന് പറയുന്നത് കഷ്ടത നമ്മെ എന്തിലേക്ക് നടത്തുന്നു? സഹിഷ്ണുതയിൽ. അപ്പൊ കഷ്ടതയിലൂടെ സഹിഷ്ണുത പഠിച്ച ഒരാളാണ് ഭക്തനായ ആര്? ഇയ്യോബ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. സഹിഷ്ണുത പഠിപ്പിക്കുവാൻ ഇയ്യോബിന്റെ ജീവിതത്തിലുണ്ടായ കഷ്ടങ്ങൾ ഏതെല്ലാമാണെന്ന് ക്രമമനുസരിച്ചെന്ന് പറഞ്ഞാട്ട്. കൈ ഉയർത്തിയതുകൊണ്ടാ ചോദിച്ചേ. കേട്ടില്ല. പുത്രന്മാര് മരിച്ചു. അത് ശരിയാണ്, 100% തെറ്റാണ്. എന്റെ ചോദ്യം, ഇയ്യോബിന് സഹിഷ്ണുത പഠിപ്പിക്കുവാൻ ദൈവം കൊടുത്ത കഷ്ടതകൾ ക്രമമനുസരിച്ച് പറയാനാ പറഞ്ഞത്. എന്തോ? ആടുമാടുകൾ അത് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാ. ആട് മാട് ഒന്നേന്ന് പറഞ്ഞാൽ 1, 2 ക്രമം അനുസരിച്ച് പറയാം. കഴുത ഒട്ടകം എല്ലാം കൂടെ ഒരുമിച്ചല്ല പോയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആർക്കെങ്കിലും ഇനി പറയാറുണ്ടോ? അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് ഇയ്യോബിനെ കുറിച്ച് എന്ത് ചെയ്യത്തില്ല ഉള്ളത് പറ. ഇയ്യോബിന്റെ കഷ്ടത പോലും നമുക്ക് ക്രമം അനുസരിച്ച് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാം. എനിക്കൊന്നും അറിയത്തില്ലെന്ന് ദൈവത്തോട് പറയാമെങ്കിൽ എല്ലാം പഠിപ്പിക്കും. എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ ഒന്നും പഠിപ്പിക്കത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സഹിഷ്ണുതയെ പഠിപ്പിക്കുവാൻ ദൈവം കൊടുത്ത കഷ്ടങ്ങൾ ഏതെല്ലാമാണ് എന്ന്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം തൊട്ട് ഒന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. യെസ്. ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കിക്കേ. ഇയ്യോബ് ആരാണെന്ന് അറിയാമോ? നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവത്താലും ഭാര്യയാലും സാത്താനാലും എന്തോ പ്രാപിച്ചവൻ? സാക്ഷ്യം പ്രാപിച്ചവനാണ് ഇപ്പോൾ ഏതിലായിരിക്കുന്നത്? കഷ്ടതയിൽ ആയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കഷ്ടത എന്ന് പറയുന്നത് ദൈവം എല്ലാവർക്കും കൊടുക്കത്തില്ല. യോഗ്യന്മാർക്ക് മാത്രമേ ദൈവ കഷ്ടത കൊടുക്കൂ. ആർക്ക് മാത്രമേ? എന്തോ? യോഗ്യന്മാർ. തെളിവ് പറയാം. ഒരിക്കലേ പത്രോസ് ഇങ്ങനെ നടന്നു പോയപ്പോ യേശു കർത്താവ് പത്രോസിനെ നോക്കി ഉടനെ പത്രോസിന്റെ പുറകിൽ ഒരു പ്ലാസ്റ്റിക് മുറവും കൊണ്ട്, എന്താ പറയുക, മുറം കൊണ്ട് ഒരു സാത്താൻ ഇങ്ങനെ പോന്നു. ആരുടെ പുറകെ? പത്രോസിനെ ഒന്നും കണ്ടില്ല. ഉടനെ കർത്താവ് നോക്കി പറഞ്ഞേ പിശാച് എന്തോ കൊണ്ട് നിൽക്കുക. ഉടനെ കർത്താവ് വ്യായനോട് ചോദിച്ചടാ വ്യായ എന്തോ എന്തിനാണ് മുറം കൊണ്ട്? ഇവനെ ഇപ്പൊ ഞാൻ പാറ്റി വെളി കളയാമെന്ന് പറഞ്ഞു. കർത്താവിന് മനസ്സിലായി ഇപ്പൊ പത്രോസിനെ പാറ്റിയാൽ അവൻ എവിടെ പോകും? വെളി പോകും. കൃപേന്ന് പോക്കാം. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു പത്രോസേ എന്തോ നിന്നെ പല പ്രാവശ്യം പാറ്റാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. അപ്പൊ പത്രോസ് കൊടുക്കാൻ വേണ്ട. എടാ കൊടുത്തായിരുന്നെങ്കിൽ ഈ കൃപയെ നീ കാണുകയില്ലായിരുന്നു എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട്, കഷ്ടത അനുഭവിപ്പാൻ നീ യോഗ്യരല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെന്ത് ചെയ്തില്ല,
അനുവദിച്ചില്ല. കഷ്ടത ജീവിതത്തിൽ വരാത്തവര് പുണ്യവാളച്ചന്മാരാന്ന് ചിന്തിക്കരുത്. കഷ്ടത വന്നാൽ ദൈവകൃപയിൽ നിന്ന് നീ പോകുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് കഷ്ടതയിലൂടെ ദൈവം നടത്താത്തത്. ഇത് മനസ്സിലായോ? ആർക്ക് മാത്രമേ കൊടുക്കൂ കഷ്ടത? യോഗ്യന്മാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. വാക്യ തെളിവ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 40-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 5:40. യെസ്, അപ്പോസ്തല പ്രവൃത്തി 5:40. എന്തോ? അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. അടുത്തത്, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചു, അവരെ വിട്ടയച്ചു. അടുത്ത വാക്യം. അടിയും കൊണ്ട് ഇടിയും കൊണ്ട് ചവിട്ടും കൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞ പ്രയോഗം ചിന്തിക്കണം. തിരുനാമത്തിന് വേണ്ടി അപമാന സഹിപ്പാൻ എന്തോ എന്തോ എന്തോ. അപ്പൊ എല്ലാവർക്കും എന്തോ ഇല്ല. കഷ്ട സഹിപ്പാൻ എന്തില്ല? യോഗ്യതയില്ല. കണ്ടോ? അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത് യോഗ്യരായി ഞങ്ങളെ എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അപ്പോൾ കഷ്ടത അനുഭവിക്കാൻ യോഗ്യന്മാരുമുണ്ട്. അപ്പൊ പത്രോസിന് യോഗ്യത ഉണ്ടായിരുന്നോ? മൊറോം കൊണ്ട് ചെന്നപ്പോ യോഗ്യത ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എന്നാൽ ദൈവകൃപയിലായി കഴിഞ്ഞപ്പോൾ അവരാരായി മാറി? യോഗ്യന്മാരായി മാറി. അപ്പോൾ സ്വർഗത്തിലെ ദൈവമുണ്ടല്ലോ, യോബിനെ നോക്കിയപ്പോൾ മനസ്സിലായി ഇവന് കഷ്ടത വന്നാൽ ദൈവകൃപയിൽ നിന്ന് തള്ളിപ്പോകുകയില്ലെന്ന് ആർക്ക് മനസ്സിലായി? ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് യോബിനെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. സ്തോത്രം. അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ കഷ്ടതയുടെ നടുവിൽ നിൽപ്പാനുള്ള ദൈവകൃപയും തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ ജീവിതം ഇഷ്ടമാണ്, പക്ഷെ എന്തിഷ്ടമില്ല? കുറച്ച് പറ. കഷ്ടത ഇഷ്ടമല്ല. പറഞ്ഞ മനസ്സിലായോ? ഒരു ചെറിയ ഉദാഹരണം പറയാം. ബോംബെയിൽ നിന്ന് പണ്ട് ഈ കന്യാകുമാരിയിലേക്ക് ഒരു ജയന്തി ജനത ട്രെയിൻ പോകുമായിരുന്നു. എന്തോ ജയന്തി ജനത, കൽക്കരി കൊണ്ട് ഓടുന്ന ട്രെയിൻ. അപ്പൊ ബോംബെയിൽ നിന്ന് കന്യാകുമാരി കാണാനായിട്ട് ഒരു സിഖുകാരൻ ആ വണ്ടിയെ കയറി. ട്രെയിനിൽ ബോംബെയിൽ നിന്ന് പതുക്കെ തിരിച്ച് കൽക്കരി. ഓർമ്മയുണ്ടല്ലോ, ഇന്നത്തെ പോലെ അതിനകത്തൊന്നും ചായ ഒന്നും കിട്ടത്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ആ ചായയും പരിപ്പോടെയും വല്ലതൊക്കെ കിട്ടുന്നു. ഇദ്ദേഹത്തിന് കിട്ടിയ ബോഗി എന്ന് പറയുന്നത് ലാസ്റ്റ് ബോഗിയായി. എന്തോ ലാസ്റ്റ്. ഈ അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഒക്കെ വളരെ ചെറുതാണ്. ചായ ഉഴുന്നോടെയും പരിപ്പോടെയും കൊണ്ട് ഇങ്ങനെ വരുന്നവരുണ്ടല്ലോ, അവസാനം വരുമ്പോഴത്തേക്ക് ട്രെയിൻ അങ്ങ് പോകും. നമ്മുടെ ഈ സിഖുകാരന് കഴിക്കാനും കുടിക്കാനും ഒന്നും ചൊവ്വേതരയൊന്നും കിട്ടി. അയാളങ്ങ് ആകെ ദേഷ്യപ്പെട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കംപ്ലൈന്റ് ബുക്ക് ചെന്നെടുത്തിട്ട് എഴുതി വെച്ചു, ജയന്തി ജനതയ്ക്ക് ഇന്ന് മുതൽ ലാസ്റ്റ് ബോഗി വേണ്ട. എന്തോ എന്തോ ജയന്തി ജനതയ്ക്ക് എന്താ വേണ്ട? ലാസ്റ്റ് ബോഗി വേണ്ട. അഥവാ ലാസ്റ്റ് ബോഗി ഉണ്ടെങ്കിൽ അത് മിഡിലിടണം. ലാസ്റ്റ് ബോഗി വേണ്ട. അഥവാ ഉണ്ടെങ്കിൽ എവിടെ ഇടണം? എടാ, മിഡിലേക്ക് വന്നിട്ട് വേറൊരു ബോഗി എന്തായി മാറും? ട്രെയിനാണോ എന്തോ ഉണ്ട്? പറ. ലാസ്റ്റ് ബോഗി ഉണ്ട്. ക്രിസ്തീയ ജീവിതമാണോ എന്തോ ഉണ്ട്? കഷ്ടതയുണ്ട്. ചിലർക്ക് ഫസ്റ്റ് ക്ലാസ് AC യാത്ര ചെയ്യാൻ ദൈവം അനുവാദം കൊടുത്തു. സ്തോത്രം. ചിലർക്ക് ലാസ്റ്റ് ബോഗി ആയിരിക്കാം. ചില സന്ദർഭങ്ങളിൽ ബാത്റൂമിന്റെ അവിടെ വരെ വന്ന് യാത്ര ചെയ്തവരുണ്ട്. പോട്ടെ, ദൈവം നമുക്ക് എന്തൊരുക്കിയാൽ ഒരു കാര്യം ഞാൻ പറയാം, ബോംബെയിൽ നിന്ന് തിരിച്ച ട്രെയിൻ എവിടെ ചെന്നേ നിൽക്കത്തുള്ളൂ? പറ.
ഫസ്റ്റ് ക്ലാസ് AC-യിൽ യാത്ര ചെയ്യുന്നവനും ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവനും സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവനും ലാസ്റ്റ് ബോഗിയിൽ യാത്ര ചെയ്യുന്നവനും ചെന്നു ചേരുന്ന ഇടം ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കഷ്ടത വേണ്ട എന്നൊരിക്കലും പറയരുത്. കഷ്ടതയിൽ നിൽക്കാനുള്ള ദൈവകൃപയാണ് നമുക്ക് ആവശ്യം. അപ്പൊ യോബിനെ ദൈവം നോക്കിയപ്പോൾ മനസ്സിലായി, അവനെ കഷ്ടതയിലൂടെ കടത്തിവിട്ടാൽ അവൻ പിടിച്ചു നിൽക്കുമെന്ന് ആർക്കറിയാമായിരുന്നു? ദൈവത്തിന് അറിയാമായിരുന്നു. യോബിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1:14 പെട്ടെന്ന് വായിച്ചേ. യോബിന്റെ പുസ്തകം 1:14 ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 40. ഒരുത്തൻ അവന്റെ അടുക്കൽ വന്ന് നിക്കെന്താ കാളകളെ, നിങ്ങളിവിടെ ആടുമാടുകളെന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ പിള്ളേരുടെ കാര്യം ആരാണ് പറഞ്ഞത്? അത് പിള്ളേരോട് ഇഷ്ടമുള്ളതുകൊണ്ടാ. സ്തോത്രം. ആദ്യത്തെ പോരാട്ടം എന്തായിരുന്നു പറഞ്ഞാത്തെ? കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. അടുത്തത്, പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോകുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ പറ. ഞാനെടുത്തു. ഇനി ആ സ്റ്റോറി ഞാനെന്ന് പറയാം. യോബ് ധനാഢ്യനായിരുന്നു. അവന്റെ കാളകളും കഴുതകളും മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞത് അതിനെ നോക്കാൻ 50 ജോലിക്കാരെങ്കിലും കാണും. എത്ര പറ? 50 ജോലിക്കാരെങ്കിലും കാണും. ഇവിടെ ഒരു അപ്പനും അമ്മയും പെറ്റ അമ്മയും കൂടെ നോക്കിയിട്ട് കൊച്ചിനെ നിലക്ക് നിർത്താൻ ഒക്കുന്നില്ല. അപ്പൊ പിന്നെ മൃഗത്തിന്റെ കാര്യം പറയാനില്ലല്ലോ. 50 ജോലിക്കാരെങ്കിലും കാണും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശെബയര് വന്ന് എന്തിനെ പിടിച്ചോണ്ട് പോയി? പറ. കാളകളെയും കഴുതകളെയും പിടിച്ചോണ്ട് പോയി. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ചെയ്യാം. ഭക്തന്റെ ജീവിതത്തിൽ അവന്റെ സ്വത്തിനെ കാളകളെയും കഴുതകളെയും ശെബായര് പിടിച്ചോണ്ട് പോയപ്പം ദൈവം കണ്ടോ ഇല്ലയോ? എന്തോ കണ്ടു. കണ്ടെങ്കിൽ ശത്രു അവന്റെ സ്വത്തിനെ കൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചത് ദൈവത്തിന്റെ കഴിവോ കഴിവുകേടോ? കഴിവ്. നാളത്തെ ഈ സൈസ് കഴിവ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്താൽ ഇഷ്ടപ്പെടുമോ ഇല്ലയോ? ഇതാണ് കുഴപ്പമെടുത്ത ദൈവത്തിന്റെ കഴിവ്. അപ്പൊ നാളെ തന്നെ ദൈവം അങ്ങോട്ട് കഴിവ് തുടങ്ങുക. നമ്മുടെ വീട് ഭൂകമ്പം കൊണ്ട് തകർക്കുക, നമ്മുടെ പിള്ളേരെയെല്ലാം അടിച്ച് വെളി കളയുക. ഈ സൈസ് പണി ദൈവം തുടങ്ങിയാൽ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടത്തില്ല. ഒരു ഭക്തന്റെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറഞ്ഞതെല്ലാം കയ്യിലിരിപ്പുണ്ടാവുള്ള കാര്യം വെളിയിലാരും അറിയണ്ട. ഞാൻ പറഞ്ഞത് ഈ ഭക്തന്റെ ജീവിതത്തിൽ കാളകളെയും കഴുതകളെയും എന്തുകൊണ്ട് ശെബായര് പിടിച്ചോണ്ട് പോയി? ദൈവം കണ്ടോ? ദൈവം കണ്ടില്ലയോ? മറുപടി പറയാൻ പോകുന്നു. ദൈവത്തിന്റെ കഴിവോ കഴിവുകേടോ അല്ല. എന്തുകൊണ്ട്? മറുപടി, എന്റെ ദൈവം എന്ന് പറയുന്നത് ഇന്നലെയുടെ ദൈവം മാത്രമല്ല, ഇന്നിന്റെ ദൈവം മാത്രമല്ല, അവൻ നാളെയുടെയും ദൈവമാണ്. ആണോ? കാമയാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും ആരാണ്? അനന്യനാണ്. നമ്മൾ നോക്കുന്നതെല്ലാം ഇന്നത്തെ കാര്യമാണ്, നാളത്തെ കാര്യമാണ്. എന്നാൽ എന്റെ ദൈവം ഇന്നലെയുടെ ദൈവം മാത്രമല്ല, ഇന്നത്തെ ദൈവം മാത്രമല്ല, അവൻ നാളെയുടെയും ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇനി പറയാൻ പോകും എന്തുകൊണ്ട് ഭക്തന്റെ ജീവിതത്തിൽ കാളകളെയും കഴുതകളെയും ശത്രു കൊണ്ടുപോയി. മറുപടി പറയാം. സ്വർഗം ഇങ്ങനെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കി. ആരെ? യോബ്. നോക്കിയപ്പോ ഒരു ഓട്ട് കഷണം എടുത്ത് ഗിറ്റാറിന്റെ കമ്പിയെ തട്ടുന്നത് പോലെ ദേഹം എന്തോ ചെയ്യുക? എവിടെ ഇരുന്നോണ്ട്? ചാരത്തിലിരുന്നു കൊണ്ട്. സ്തോത്രം. അങ്ങനെയുള്ള ഒരു മനുഷ്യന് കാളകളെയും കഴുതകളെയും പരിപാലിക്കാൻ ഒക്കുമോ? പറ.
ഒക്കത്തില്ല. അങ്ങനെയൊരു ജീവിതം ജോബിന്റെ ജീവിതത്തിൽ വരുമെന്ന് നേരത്തെ കണ്ട ദൈവം അവന്റെ കാളകളെയും കഴുതകളെയും ആരെ ഏൽപ്പിച്ചു? പറയൂ, ആരെ പിടിച്ചോണ്ട് പോയെ? ശബായനെ ഏൽപ്പിച്ചു. കൊന്നോ പിടിച്ചോണ്ട് പോയോ? സ്തോത്രം. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ, നിന്റെ കഷ്ടതയിൽ നിന്റെ ആടുമാടുകളെ നോക്കാൻ നിനക്ക് കഴിവില്ലെന്നറിയാവുന്ന ദൈവം തൽക്കാലത്തേക്ക് കാളകളെയും കഴുതകളെയും ശബായനെ ഏൽപ്പിച്ചിട്ട് നിന്റെ കഷ്ടകാലം കഴിഞ്ഞപ്പോൾ അതിന് പലിശയോടുകൂടെ കൂട്ടുപലിശയോടുകൂടെ മടക്കി തരുന്ന ദൈവമാണ് എന്റെ ദൈവം. എത്രയൊക്കെ കാര്യം മനസ്സിലായി? തിരിച്ചു കിട്ടിയോ? തിരിച്ചു കിട്ടിയോ? അത്രയാണോ കിട്ടിയത്? ഇരട്ടിയാണോ കിട്ടിയത്? ഓ, അങ്ങനെയെങ്കിൽ തുറന്ന് ഞാൻ പറയാ, ഇവന്റെ കാളകളും കഴുതകളും ബാങ്ക് ഓഫ് സെവയ. എന്തോ ബാങ്കിൽ പണം ഇട്ടാൽ എന്തോ കിട്ടും? പലിശ കിട്ടുമോ? ഫിക്സഡ് ഇട്ടാൽ പലിശ കൂടുമോ? കൂടും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്റെ കഷ്ടതയുടെ വേളയിൽ ശത്രുവിന്റെ കയ്യിൽ കാളകളെയും കഴുതകളെയും ഏൽപ്പിച്ച് നിന്റെ കഷ്ടത കഴിഞ്ഞപ്പോൾ ഇരട്ടിയാക്കി തരുന്ന ദൈവമാണ് എന്റെ ദൈവം. അടുത്തത് രഹസ്യം ഞാൻ പറയാം. ഇതിനെ നോക്കാൻ എത്ര ജോലിക്കാർ കാണുമെന്നാ പറഞ്ഞേ? 50. അതിൽ എത്ര പേര് തിരികെ വന്നു? ഒരാൾ. ബാക്കി 49 പേരെയും എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. അയ്യോ, അതൊരു കഷ്ടമായി പോയല്ലോ. അതെന്താ പറയാം. ഇയ്യോബിന്റെ ഈ ആടുമാടുകളെ മേയ്ക്കുന്നവരുടെ ആടുകളെ ശത്രു കൊണ്ടുപോയി 50 ജോലിക്കാർ ശേഷിച്ചാൽ ഈ 50 ജോലിക്കാർ വന്ന് ഇയ്യോബിന്റെ മുമ്പിൽ എന്തോ ചെയ്യും? സമരം. ഈ ജോലി സ്ഥിരപ്പെടുത്തുക, പുതിയ ആടുകളെ മേടിക്കുക, പുതിയ കാളകളെ മേടിക്കുക, ഞങ്ങൾ കലവൻസ് തരിക, ബോണസ് തരിക, ക്ഷാമബത്ത തരിക. ആര് സമരം ചെയ്യും? ജോലിക്കാർ. എത്ര പേര്? 50, 40, 50 പേര്. എന്നാൽ അവരെ ശത്രു എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. വിവരം അറിയിക്കാൻ എത്ര പേര്? ഒരുത്തൻ സമരത്തിന് നിൽക്കുകയോ ഉള്ള ജീവനം കൊണ്ട് വീട്ടിൽ പോകും. ഹലോ, സമരത്തിന് നിൽക്കുകയോ ജീവനം കൊണ്ട് വീട്ടിൽ പോകും. എൻ്റെ മോലാളി 49 മരിച്ച സ്ഥാനത്ത് മോലാളിയുടെ എൻ്റെ ജീവൻ തിരിച്ചു തന്നു. മോലാളി ഇപ്പോൾ ഇയ്യോബിന്റെ സ്വത്തല്ല എവിടെ കിടക്കുന്നു? ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് ബറോഡ അല്ല, ബാങ്ക് ഓഫ് അമേരിക്ക അല്ല, ബാങ്ക് ഓഫ് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പോരാട്ടം വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തിയിട്ട് ആടുകളും വേലക്കാരും അതിന് വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം. ഇതൊക്കെ ഒരു മർമ്മമാ. രണ്ടാമതായി ഇയ്യോബിന്റെ ആടുകളെ എന്തുവാ? എങ്ങനെയാ പോയ ആട്? തീ വീണ്. അങ്ങനല്ലേ? ആണോ? ദൈവത്തിന്റെ തീ. ആരുടെ തീയാ? ഇനി ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. ഇയ്യോബിനെ പരീക്ഷിച്ച ദൈവമോ സാത്താനോ? സാത്താനാണെങ്കിൽ ഈ വാക്യം വെട്ടിക്കളയണം. ഈ വാക്യം വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നു ആരുടെ തീയാണെന്ന്. പിന്നെ സാത്താനെയാണ് എങ്ങനെ? ഇയ്യോബിനെ പരീക്ഷിച്ച സാത്താനോ ദൈവോ? ദൈവദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ. ചേട്ടാ, ഇതെല്ലാം കൂടെ അങ്ങനെ നോക്കുന്നേ. ഏതെങ്കിലും ഒന്ന് പറ. ഞാൻ പറയാം, ദൈവം ഇന്നലെയുടെ ദൈവമല്ല, ഇന്നിന്റെ ദൈവമല്ല. എന്തിന്റെ ദൈവമാണ്? പറ. നാളെയുടെ. അറിയുന്നല്ലോ ദൈവം, അറിയുന്നല്ലോ എന്റെ ഭാവി ആകവേദാൻ അറിയുന്നല്ലോ. എന്തിനാ ഞാൻ ചിന്തകളാൽ വലഞ്ഞിടുന്നു? എന്തിനാ ഞാൻ ചിന്തകളാൽ വലഞ്ഞിടുന്നു? യോബേ, ഇന്നലെ നിന്റെ കാളകളെയും കഴുതകളെയും ആര് കൊണ്ടുപോയി? സെവേൽ.
അവർ വന്നേരം പറയടാ, നാളെ നമുക്ക് ചെന്ന് അവൻ്റെ എന്തടിച്ച് മാറ്റണം. ആടിനെ. എന്തിനെ? ആടിനെ. നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, അയ്യോ വളർത്തിയത് എന്തിനാ? നിങ്ങൾ ഇയ്യോബ് ആടിനെ വളർത്തി എന്തിനാ? പാല് കുടിക്കാനും മട്ടൻ ചാപ്സ് ഉണ്ടാക്കാനും അല്ല. ഞാൻ പറയാം, വേദപുസ്തകം പറയുന്നു, ഇയ്യോബ് നന്നാ രാവിലെ എഴുന്നേറ്റ്, കൃപയാൽ പിള്ളേര് ന്യൂക്ലിയർ കുടുംബം അല്ലായിരുന്നു. അവന്റെ കുടുംബത്തിൽ പിള്ളേർ എത്ര ഉണ്ട്? 10. അച്ചാനും അമ്മാമയും കൂടെ ചേർത്ത് എത്ര എണ്ണമാ? 12. ജോലിക്കാര് ഒരു 10-250 ജോലിക്കാര്. എല്ലാത്തിനും വെച്ച് വിളമ്പേണ്ടത് ആരാ? അമ്മയ. ഇയ്യോബ് നന്നാ രാവിലെ എഴുന്നേറ്റ് പിള്ളേരുടെ സംഖ്യക്കനുസരിച്ച് എന്തോന്നാ? കണ്ടോ? സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, മൂത്ത മോള്, അയ്യോ ദൈവമേ, അവളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരി വാലാന്നറിഞ്ഞു, ദൈവമേ കൃപയിൽ സൂക്ഷിച്ചോണേ, പോന്ന കോളേജിൽ ഒന്നും പഠിച്ചു പോകല്ലേ, അവക്ക് വേണ്ടി ഒരു 10 ആട്. സ്വതന്ത്രം ചെയ്യത്തില്ലേ? 10 ആട്. രണ്ടാമത്തെ മോൻ ദൈവമേ കച്ചവടം നടത്തുകയാ, കള്ളക്കച്ചവടം ചെയ്ത് കാണും, ദൈവമേ ക്ഷമിക്കണമേ, അവന് വേണ്ടി ഒരു 10 ആട്. ചുരുക്കി പറഞ്ഞാൽ ഓരോ പിള്ളേർക്കും വേണ്ടി 10 ആടായപ്പോ എത്രയായി? 100 ആടായി. ദൈവമേ എല്ലാത്തിനും വെച്ച് വളമ്പന്നേ, അവളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, അവക്കൊരു 20 ആട്. അപ്പൊ എത്രയായി? 120. കർത്താവേ, ആടിനെയും മാടിനെയൊക്കെ നോക്കുന്ന വേലക്കാരെ നീ സൂക്ഷിച്ചോണേ, സമ്പത്തുകളെ സൂക്ഷിച്ചോണേ, ഇരിക്കട്ടെ ഒരു 50, അല്ല മോട്ടരുമായി 20. അപ്പൊ എത്രയായി? 140. ആ കണക്കറിയാവുന്നവരാ. സ്തോത്രം. അവ എല്ലാ ദിവസവും രാവിലെ ഇയ്യോബ് എന്ത് ചെയ്യുമായിരുന്നു? യഹോവയ്ക്ക് യാഗം കഴിക്കുമായിരുന്നു. ശരിയാണോ? സ്തോത്രം. ഞാനത് വിശദീകരിക്കുന്നില്ല. എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ വിളിച്ചു വരുത്തും. ഡാഡി എന്തിനാ വിളിച്ചത്? എടി നിങ്ങളെല്ലാം കൂടെ വീട്ടിൽ കയറിയോ? കൂടി വെള്ളം അടിച്ചോ? ഇച്ചിരിച്ച പിടിപ്പിച്ചായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല. അയ്യോ ദൈവമേ, ഈ പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടും. എല്ലാത്തിനെയും വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇയ്യോബ് ആടിനെ വളർത്തി എന്തിനാണെന്നറിയാമോ? മട്ടൻ ചാപ്സിനും വേറെ ഒന്നിനും അല്ലായിരുന്നു, ദൈവത്തെ എന്തോ ചെയ്യാൻ, ആരാധിക്കുവാൻ. അങ്ങനെയെങ്കിൽ ഇയ്യോബിന്റെ ആണ് ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതോ ഇയ്യോബിനുള്ളതോ? ദൈവത്തിനുള്ളതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ദൈവം നോക്കിയവരെ മനസ്സിലായി, ഇന്നലെ കാളകളെയും കഴുതകളെ കൊണ്ടുപോയ സെവയർ നാളെ വന്ന് ആരെ കൊണ്ടുപോകും? ആടിനെ കൊണ്ടുപോയാൽ നഷ്ടം ദൈവത്തിനോ ഇയ്യോബിനോ? പറ. സ്തോത്രം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവം ആർക്കാ? നഷ്ടം ആർക്കാ? ഈ ദൈവത്തിനാ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അവിടെ വായിക്കുന്നത് മറ്റൊരു ബന്ധം പറയുന്നത് എന്തുവാ? ദൈവത്തിന്റെ തീയ ആകാശത്തുനിന്ന് വീണ് കത്തി. അപ്പോൾ ആടിനെ ദഹിപ്പിച്ചത് ആരുടെ തീയാണ്? 104 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അഗ്നിജ്വാലകളെ തന്റെ കാറ്റിനേത്തിന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. യാഗപീഠത്തിന്മേൽ ഇറങ്ങുന്ന തീ ആരുടെ തീയാണ്? ഉറച്ചു പറ. ഏലിയാവിന്റെ യാഗപീഠത്തിൽ ഇറങ്ങിയ തീ ആരുടേതാണ്? ദൈവത്തിന്റെ തീയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ യാഗത്തിനുള്ള മൃഗത്തെ ശത്രു കൊണ്ടുപോകാതിരിക്കേണ്ടതിന് സ്വർഗത്തിന്റെ തീ ഇറങ്ങി വന്ന ഇയ്യോബിന്റെ ആടുകളെ എന്ത് ചെയ്തു? ദഹിപ്പിച്ചു. നഷ്ടമോ ലാഭമോ? ലാഭം. ഇന്നലെ വരെ 140 സ്തോത്രം പറഞ്ഞു, ഇപ്പൊ ഉണ്ടല്ലോ 3000 സ്തോത്രം. കഷ്ടത വരുമ്പോ സ്തോത്രം കൂട്ടണം. കാമേ സ്തോത്രം. ഇനി പുറപ്പാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ഈ വാക്യത്തിന്റെ ഒരു ഉറപ്പ് അവിടെ കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 22-6. തീ വീണ് കാട് കത്തിയ. ഇയ്യോബിന്റെ ആടിന്റെ മേൽ തീ കിട്ടത് ആരാ? പറ. ദൈവം. സംശയമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. തീ വീണ്
കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലവോ വെന്തുപോയെങ്കിൽ. ഹലോ, ശ്രദ്ധിക്കണം, ഇവിടെ തീയിട്ടത് ആരാ? പാസ്റ്ററല്ല. പണ്ടേക്ക് ഒരാൾ പറഞ്ഞു, ഇന്ന ദൈവദാസനും തലേ കൈവച്ചപ്പോഴാ എനിക്ക് അഭിഷേകം കിട്ടിയത്, ദൈവദാസനാണ് എനിക്ക് അഭിഷേകം തന്നത്. അത് നോക്കാം. അയാൾ കാത്തിരിപ്പിയോഗം കഴിഞ്ഞ് പോയി പിറ്റേയാഴ്ച നോക്കിയപ്പോൾ അഭിഷേകം പ്രാപിച്ചവൻ വെടിക്കുറ്റി പോലെ റിപ്പോർട്ട്. എന്താണ് അനങ്ങാത്തത്? അത് അന്നേരം ഇളകിയാൽ ഇപ്പോൾ ഒരനക്കവും ഇല്ല. സ്തോത്രം. ദൈവം തന്നതാണോ? അത് നിൽക്കത്തില്ല, അത് ചലിച്ചുകൊണ്ടേയിരിക്കും. തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ നിലമോ വെന്തു പോയാൽ തീ കത്തിച്ചവൻ. അങ്ങനെയെങ്കിൽ ഇയ്യോബിന്റെ ആടിന്മേൽ തീ കത്തിച്ചതാരാണ്? ദൈവമാണ്. ദൈവമാണെങ്കിൽ ആര് പകരം കൊടുക്കണം? കൊടുത്തോ? ഇരട്ടിയാടിനെ കൊടുത്തോ? അവൻ ആർക്കും കടക്കാരനല്ല. ഉറച്ചു പറഞ്ഞാട്ടെ, എന്റെ ദൈവം ആർക്കും എന്തല്ല? കടക്കാരനല്ല. അവൻ പെട്ടെന്ന് വായിച്ചാട്ടെ. അടുത്തത് അപ്പൊ ഇങ്ങോട്ട് നോക്കി. ആട് ആരുടെ കയ്യിലായി? ദൈവത്തിന്. കാളകളും കഴുതകളും ഏത് ബാങ്കിലായി? ശെബയ, ബാങ്ക് ഓഫ് ശെബയ. പറഞ്ഞാട്ടെ, ബാങ്ക് ഓഫ് ശെബയ അവിടെ ആയി. ആട് ആരുടെ കയ്യിലായി? ദൈവത്തിന്റെ കയ്യിലായി. അടുത്തത് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. അയ്യോ, ഇങ്ങോട്ടേക്ക് ആരാ വന്നേ? കൽദയ, ബാങ്ക് ഓഫ് കൽദയ. ഫ്രൈസറോ, നേരത്തെ വന്നത് ആരാ? ശെബയ. ഇപ്പൊ വന്നത് ആരാ? കൽദയർ. കൽദയർ വന്നിട്ട് വായിച്ചേ. 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. വേലക്കാരെ വാൾ കൊണ്ട് കൊന്നു. വിവരം അറിയിക്കാൻ എത്ര പേര് വന്നു? ഇങ്ങോട്ട് നോക്കി. ഈ സംഭവത്തിലെല്ലാം മൃഗങ്ങളെ പിടിച്ചോണ്ട് പോയി. ആരെ രക്ഷപ്പെട്ടുള്ളൂ? അതൊരു മർമ്മമാണ്. സ്തോത്രം. ആളുകൾ ശേഷിച്ചായിരുന്നെങ്കിൽ ഒരു 200 പേര് ശേഷിച്ച് അവർ ഇയ്യോബിന്റെ അടുത്ത് വന്ന് സമരം ചെയ്തായിരുന്നെങ്കിൽ സംഗതി ആകെ പ്രശ്നമായി പോയത്. ഇവിടെ സമരം ചെയ്യാൻ ആരെങ്കിലും വന്നോ? ഇല്ല. അപ്പോൾ ഇയ്യോബിന്റെ ഒട്ടകങ്ങൾ ഇപ്പോൾ ഏത് ബാങ്കിലാണ്? ബാങ്ക് ഓഫ് കൽദയ. അതൊന്ന് പറഞ്ഞേ. ബാങ്ക് ഓഫ് കൽദയ. അതവിടെ സുരക്ഷിതമായി. ഇയ്യോബിന്റെ കഷ്ടകാലം കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ ദൈവം എന്തോ ചെയ്തു? ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. എത്ര പേർക്ക് ഇത് മനസ്സിലായി? നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കെല്ലാം ദൈവം ഇരട്ടിയായി പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ വായിക്കുന്നത്, എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. കഷ്ടങ്ങൾ സാരമില്ല, എന്നിലൊരു തേജസ് വെളിപ്പെടാൻ സമയമായി. അടുത്തതോടെ വായിച്ച് പെട്ടെന്ന് നിർത്താം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. കണ്ടോ മാമോ, ഇപ്പോഴായി പോയത് വന്നു. ഇത് 4ാമത്തെയാ, 1ാമത്തെ പോരാട്ടമല്ല. ഇത് 4ാമത്തെ പോരാട്ടമാണ്. വായിച്ചേ. നിന്റെ പുത്രന്മാരും പുത്രിമാരും. ഈ പിള്ളേരെല്ലാം ഇച്ചിരി വെള്ളം അടിക്കാനൊക്കെ കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോട്ടെ, ഞാനെല്ലാമൊന്നും പോകുന്നില്ല. അവര് മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തപ്പോളാ. അപ്പൊ ഈ ഡാഡി മമ്മി പോയോ? ഇന്നത്തെ ഈ പിള്ളേർക്ക് അവരുടെ കൂട്ടത്തിൽ ഈ അപ്പനും അമ്മയൊന്നും ചെല്ലുന്നൊന്നും ഇഷ്ടമല്ല. അവന്മാരല്ല അവിടെ കൂടിയെങ്കിൽ ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? ശരിയാണോ? ശരിയാ. അവർക്ക് അവരുടെ ഗ്യാങ്ങിൽ അവിടെ കൂടിയെങ്കിൽ അപ്പോഴും അമ്മയായിരിക്കും നമ്മുടെ പാട്, അവരുടെ പാട്, അവരുടെ പാട്. അതായത് അന്നേ തുടങ്ങിയതാ. മൂത്ത മോന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് എന്തോ വന്നു? കൊടുങ്കാറ്റ്. ശ്രദ്ധിക്കൂ. 1ാമത്തേനെ ആര് പിടിച്ചോണ്ട് പോയി? ശെബയ. 2ാമത്തേനെ ആര് കൊണ്ടുപോയി?
മൂന്നാമത്തേനെ ആര് കൊണ്ടുപോയി? കൽദയർ. 3 സുരക്ഷിതമാണോ? ആണോ? നാലാമത്തത് പറഞ്ഞ് ഞാൻ നിർത്താം. ഇവരെ തിന്നുകൊടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ വന്നു? ഒരു കൊടുങ്കാറ്റ്. ശ്രദ്ധിക്കണം, എനിക്കൊരു ദോഷമുണ്ട്. ഞാൻ ഈ വേദോസം വാക്യങ്ങൾ ഇങ്ങനെ തലമുടി നാര് 7 കീറുന്ന പോലെ ഞാൻ ഈ കീറി കീറി പഠിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ പഠിക്കണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മൂത്ത ചെറുക്കൻ്റെ മകൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ വന്നു? ഒരു കൊടുങ്കാറ്റ് വന്നു. ഇങ്ങോട്ട് നോക്കിയേ, ഒരു കൊടുങ്കാറ്റ് ഇങ്ങോട്ട് വന്നാൽ 4 മൂലയ്ക്ക് അടിക്കുമോ ഒരു സൈഡിൽ അടിക്കുമോ? എന്തോ കൊടുങ്കാറ്റ് വന്നാൽ ഒരു സൈഡ് വീടിന്റെ ഒരു വശത്ത് അടിക്കുമോ 4 വശത്ത് അടിക്കുമോ? ഒരു കൊടുങ്കാറ്റ് വന്നാൽ വരുന്ന ഭാഗത്തെ അടിക്കത്തുള്ളൂ. സ്തോത്രം. ശ്രദ്ധിക്കണം, ഇവിടെ വായിച്ചത് 4 മൂലയ്ക്ക് അടിച്ചു. 4 മൂലയ്ക്കും അടിക്കണമെങ്കിൽ ഇത് കൊടുങ്കാറ്റായി വന്ന് ചുഴലിക്കാറ്റായി മാറി. എന്തോ ചുഴലിക്കാറ്റെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറ. 4 മൂലയ്ക്കും അടിക്കും. അടിക്കുമോ? അടിക്കും, കറങ്ങി അടിക്കും. ഓക്കെ, നമ്മൾ ഓരോ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. ചുഴലിക്കാറ്റടിച്ചാൽ വീട് മേളോട്ട് പോകുമോ വീട് താഴോട്ട് പോകുമോ? എന്തോ എന്തോ മേപ്പോട്ട് പോകും. ശരിയാണല്ലോ? ശരി. കൊടുങ്കാറ്റടിച്ചാൽ വീട് ഒരു വശത്തേക്ക് മറിയും. ചുഴലിക്കാറ്റടിച്ചാൽ വീട് എങ്ങോട്ട് പോകും? മേളോട്ട് കൊണ്ടുപോകും. സമുദ്രത്തിലൊക്കെ ചുഴലിക്കാറ്റ് വന്ന് വലിയ കപ്പലൊക്കെ, മനസ്സിലായോ, കിലോമീറ്റർ കണക്ക് മേളോട്ട് പോയിട്ടുണ്ട്. സുനാമി. ഞാനിപ്പോൾ അത്ര ശാസ്ത്രീയമായി പറയാൻ സമയമില്ല. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം, പെട്ടെന്നൊരു എന്തോ വന്നു, കൊടുങ്കാറ്റ്. വീടിന്റെ എവിടെ അടിച്ചു? അപ്പൊ 4 മൂലയ്ക്ക് അടിക്കുന്നത് എന്തായിട്ട് മാറിയത്? എന്തോ ചുഴലിക്കാറ്റായി മാറി. സ്തോത്രം. ചുഴലിക്കാറ്റായി മാറിയപ്പോൾ അതിനകത്തുള്ള പിള്ളേര് താഴോട്ട് വീണോ മേളോട്ട് പോയോ? പറ. സ്തോത്രം. അമേരിക്കയിൽ ചുഴലിക്കാറ്റടിച്ച് കാറുകൾ പറന്നു പോകുന്ന എത്ര പേര് കണ്ടിട്ടുണ്ട്? ടി വിക്കകത്തെങ്കിലും. നിങ്ങളാരും കണ്ടിട്ടില്ല? ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ അപാരമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ കാറ്റ് ഏതാണെന്ന് പറഞ്ഞു നിർത്താം. 104 സങ്കീർത്തനത്തിൽ വായിച്ചത് അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാർ. അപ്പൊ കാറ്റാരാ? ദൂതന്മാര്. ഇനി ഒരു തെളിവ് കൂടെ പറയാം. പെന്തിക്കോസ്താൾ വന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു. എന്തോ കാറ്റാന്ന് പറയാം. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവിന് അകമ്പടി സേവിച്ചുകൊണ്ട് സ്വർഗീയ ദൂതന്മാരും എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ ദൂതന്മാർ ഇറങ്ങി വന്നോ? വന്നു. തെളിവ്, ആട്ടിടയന്മാരോട് ദൂത് പറഞ്ഞത് ആരാണ്? ദൂതന്മാരാണ്. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ കൊണ്ടുപോകാൻ വന്നു. ശിഷ്യന്മാരോട് നിങ്ങളെന്തുവാ കുന്തം വിഴുങ്ങിയ ചന്തുവിന്റെ കൂട്ട് നോക്കി നിൽക്കുന്നത്? അവൻ മടങ്ങി വരുമെന്ന് ആരാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? ദൂതന്മാരാണ്. തെളിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം, ഈ കാറ്റെന്ന് പറയുന്നത് കൊടുങ്കാറ്റായിരുന്നെങ്കിൽ വീടിന്റെ ഒരു മൂലക്കടിച്ച് അങ്ങോട്ട് മറിഞ്ഞ പിള്ളേരെല്ലാം വീട്ടിനകത്ത് വീട് ചത്തേനെ. ഇതെന്തോമായിരുന്നു പറ? കൊടുങ്കാറ്റായിരുന്നു. പറഞ്ഞു ഞാൻ നിർത്താം. ഒരു 4-5 മിനിറ്റ് ചിലപ്പോൾ ലേറ്റായെന്ന് വിചാരിച്ച് പ്രയാസമുണ്ടോ? എനിക്കൊട്ടുമില്ല. പിന്നെ തലമുടിയില്ലാത്തവർക്ക് ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. ഞങ്ങളുടെ ഒരു ലക്ഷണോ പ്രൈസലോ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കാം, ഇങ്ങോട്ട് നോക്കിയേ, ശ്രദ്ധിക്കാം. ഈ കാറ്റുകളെ തന്നെ എന്തുവാ? ദൂതന്മാർ. ഈ കാറ്റിങ്ങോട്ട് അത് വന്നത് എങ്ങനെയാന്ന് ഞാൻ പറയാം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ദൂതന്മാരെ ഇങ്ങോട്ട് പോവാ. എന്താ? ആദ്യത്തെ ദിവസം ശബേര് വന്ന് കാളകളെ കഴുകളെ അടിച്ചോണ്ട് പോകും.
രണ്ടാം ദിവസം എൻ്റെ ആടിനെ, ആരാധനയ്ക്കുള്ള ആടിനെ അവന്മാർ കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്തു? അടിച്ചു. ദൂതന്മാർ നമ്മളല്ലേ തീ അയച്ചത്. ഓക്കെ. മൂന്നാം ദിവസം ഒട്ടകത്തെ ആര് കൊണ്ടുപോയി? ഒട്ടകം ദൈവത്തിന് വേണം. യാഗവസ്തുവാണോ? അത് ദൈവത്തിന് വേണ്ട, അത് നീ കൊണ്ടുപോകും. ഇപ്പം എന്താണ്? പിള്ളേരെ പിടിക്കാൻ വന്ന് വരും. നാളെ അവൻ ആരെ പിടിക്കും? പിള്ളേരെ പിടിക്കും. സ്തോത്രം. പിള്ളേരെ, ഒരു ഭക്തന്റെ പിള്ളേരെ സാത്താൻ കൊണ്ടുപോയ നാളെ കയറി ദൈവത്തിനോ ഭക്തനോ? ദൈവത്തിനാണ്. എൻ്റെ മോൻ വെള്ളമടിച്ച് നടന്നാൽ ദൈവനാമമാണോ ദൂഷിക്കപ്പെടുന്നത്? എൻ്റെ നാമമാണോ? ദൈവമാണ് ദൂഷിക്കപ്പെടുന്നത്. സ്തോത്രം. ദൂത് മനസ്സിലാക്കിയോളൂ. അങ്ങനെയെങ്കിൽ ഇയ്യോബിന്റെ ഭക്തന്റെ പിള്ളേര് ശത്രുവിന്റെ കയ്യിൽ പോയാൽ നഷ്ടം ദൈവത്തിനോ ഇയ്യോബിനോ? നമുക്കൊക്കെ പിള്ളേരെ വളർത്താൻ കിട്ടിയെന്നേ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിൻ്റെതായതല്ല. കുറച്ചു കാലത്തേക്ക് വളർത്താൻ കിട്ടിയെന്നേ ഉള്ളൂ. വല്ലതൊക്കെ മനസ്സിലായോ? കുറച്ചു നാൾ വളർത്താൻ കിട്ടി, ചൊവ്വേന്നേരം വളർത്താൻ. പക്ഷെ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനാ. ആ ദൂത് മറക്കരുത്. ദൈവം നോക്കി ദൂതന്മാരോട്, ഇന്ന് അവന്മാർ വന്ന് ആരെ തകർക്കും? പിള്ളേരെ തകർക്കും. ഓ, അതിനെന്ത് ചെയ്യണം? ഞാൻ ചോദ്യം ചെയ്യും. ഇയ്യോബിന്റെ ചുറ്റും വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര വേലി ഉണ്ടായിരുന്നു? അങ്ങനെ എന്തായാലും നിങ്ങൾ എല്ലാം അറിയാവുന്ന നേരത്തെ അങ്ങ് ആദ്യമേ പറഞ്ഞതാ. എത്ര വേലി ഉണ്ടെന്ന് ചോദിച്ചാൽ ചുറ്റും ഉണ്ടെന്നല്ല ചോദിച്ചത്, ഷെയ്പ്പല്ല ചോദിച്ചത്, എത്ര എണ്ണം ഉണ്ടെന്ന്. ഹൗ മെനി? എത്ര ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? എൻ്റെ പൊന്നു ഭാഷ, ഞങ്ങൾ അവിടെ അങ്ങ് പോയിട്ടില്ല. ഞങ്ങൾ പാവങ്ങളാ. ഞങ്ങൾ ഈ ഫിലദൽഫിയായി മഞ്ഞത്ത് കിടക്കുക. ഇയ്യോബിൻ്റെ അവിടെ അങ്ങ് പോയില്ല. 1:14 പെട്ടെന്ന് വായിച്ചേ. വാക്യത്തിൽ 1:10 വാക്യത്തിൽ വന്നേക്കാം. പെട്ടെന്ന് വായിച്ചേ. ഇയ്യോബ് 1:10. ഇയ്യോബ് ചാപ്റ്റർ 1:10. അല്ലല്ല, നീ അവനും. സ്ക്രീനെ നോക്കി വായില്ലേ? സ്ക്രീനെ. നീ അവനും. നിങ്ങൾ ഇങ്ങോട്ട് എത്ര വേലി കെട്ടിയെന്ന് പറയാമോ? ഇങ്ങോട്ട് നോക്ക്. നീ അവനും. നമ്പർ 1 ഒന്നാമത്തെ വേലി. 2 രണ്ടാമത്തെ വേലി അവന്റെ വീടിന് ചുറ്റും. 3 അവനുള്ള സകലത്തിന് ചുറ്റും. അപ്പൊ എത്ര വേലി? എന്തോ വയ്യാവേലി അല്ലെന്ന് നിങ്ങൾ ഇരുപ്പ് കണ്ടിട്ട് വയ്യാവേലി പോലെ തോന്നുന്നു. എത്ര വേലി കെട്ടിയിട്ടുണ്ട് പറ? 3 വേലി. ഒരു ദൈവമൈതലോട് ഞാൻ പറയാം, എത്ര ഇട്ടിട്ടുണ്ട് നേരത്തെ? ഒന്ന് പോലായിരുന്നു. പിടിച്ചു നിൽക്കാനൊക്കുന്നില്ല. പറ, സമ്മറല്ലേ, പിടിച്ചു നിൽക്കാനൊക്കുന്നില്ല. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, സമ്മറിനെ പിടിച്ചു നിൽക്കാൻ 2-3 ഇട്ടോണ്ട് വന്നെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു ഭക്തനെ ദൈവം സൂക്ഷിക്കാൻ, ഒരു ഭക്തനെ ദൈവം സൂക്ഷിക്കാൻ എത്ര വേലിയാ കെട്ടിയേക്കുന്ന പറ? 3 വേലി. ഓ, ഒന്നാമത്തെ വേലി എവിടാ? ശരീരത്തിന്റെ ദേഹരക്ഷ. ഹൈന്ദവർ ചരട് കെട്ടാറുണ്ട്, ദേഹരക്ഷ. ഓരോ ജാതികൾ കെട്ടാറുണ്ട്. എന്റെ ചരട് ഞാൻ പറയാം, എന്റെ ദേഹരക്ഷ എന്റെ ദൈവമാണ്. അവൻ എന്റെ ചുറ്റും ഒരു വേലി ദൈവം കെട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വേലി എന്റെ കുടുംബത്തിന്റെ ചുറ്റും, ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം, അതിന്റെ ചുറ്റും ഒരു വേലി. മൂന്നാമത്തെ വേലി എന്റെ സമ്പത്ത്, ആടുമാടുകളുടെ ചുറ്റും. ഇന്ന് പകലും ഞാനൊരു ദൂത് പറയാം, ദൈവം നിന്നെ സൂക്ഷിക്കുന്നത് വേലി കെട്ടിയാണ്. ഒന്നാമത്തെ വേലി പൊളിച്ചു, കാളകളെയും കഴുതകളെയും എല്ലാം എന്ത് ചെയ്തു? അടിച്ചോണ്ട് പോയി. രണ്ടാമത്തെ വേലി പൊളിച്ചു. നോക്കിയപ്പോൾ അതിനകത്ത് ആരാ? രണ്ടാമത്തെ വേലിക്കകത്ത് ആരാ? ഭാര്യയും മക്കളും. അവേ ദൈവത്തിന് മനസ്സിലായി, ഇന്നലെ ഒന്നാം വേലി പൊളിച്ച് മൃഗങ്ങളെ മുഴുവൻ കൊണ്ടുപോയവൻ രണ്ടാമത്തെ വേലി പൊളിച്ച് അവന്റെ സന്തതിയെ കൊണ്ടുപോകും. അവന്റെ സന്തതി പിശാചിന്റെ കയ്യിലായാൽ നാണക്കേട് ആർക്കാണ് പറഞ്ഞാട്ടെ? ദൈവത്തിനാണ്. അതുകൊണ്ട് കാറ്റുകൾക്ക് തുല്യമായ ദൂതന്മാരോട് പറഞ്ഞു, ദൂതന്മാരെ എന്തോ നിങ്ങൾ ഇയ്യോബിന്റെ വീട് വരെ പോകണം. അയ്യോ, പോകാം. അറിയാവോ? പിന്നെ പണ്ട് നമ്മൾ വേലി കെട്ടാൻ നമ്മൾ പോയതാ. അവിടെ എന്തോ വേലി കെട്ടാൻ പോയതാ. കർത്താവേ, എൻ്റെ ഈ ദേഹത്തിന് ഭയങ്കര വേദന, സഹിക്കാൻ വയ്യ. കർത്താവേ, സൗഖ്യമാക്കണമേ. സ്വർഗം തന്നെ വചനം വഹിച്ച് ഈ ഭാഗം സൗഖ്യമാക്കി വേലി കെട്ടി. ഹലോ, നിങ്ങൾക്ക് മനസ്സിലായോ? ആവേ, ദൂതന്മാരോട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ വീട്ടിൽ പോയതാ. അവിടെ ചെന്ന് കുപ്പൂസ് കഴിച്ചതാ. അവിടെ ചെന്ന് നല്ല വീഞ്ഞ് കുടിച്ചതാ. ഞങ്ങൾ പോകാം.
പെട്ടെന്ന് സ്വർഗീയ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് എങ്ങോട്ട് വന്ന് പറ, ഇയ്യോബിന്റെ വീട്ടിൽ ആരെ കൊണ്ടുപോകാൻ? മക്കളെ 100 ദൂതന്മാരിഞ്ഞു വന്ന്. എത്ര? ഒരു ദൂതൻ എത്ര ചിറകുണ്ട്? 6. അപ്പൊ 100 ദൂതന്മാരുടെ എത്ര ചിറകുണ്ട് പറ? ഹലോ പറഞ്ഞാട്ടെ. 600 ചിറക്. ഇങ്ങോട്ട് നോക്കിയേ, 600 ജംബോ ജെറ്റ്. 100 ജംബോ ജെറ്റ്, 6 ചിറകുള്ള ആ ജംബോ ജെറ്റ് മരുഭൂമിയിൽ വന്നിറങ്ങിയാൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ ഉണ്ടാകുന്നത്? ഉറച്ചു പറ. കൊടുങ്കാറ്റുണ്ടാകും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൂതന്മാർ, ചിറകുള്ള ദൂതന്മാർ മരുഭൂമിയിൽ വന്നിറങ്ങി, ഒരു കൊടുങ്കാറ്റ് പോലെ വന്നിറങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, നമ്മൾ കൊടുങ്കാറ്റായിട്ട് പോകരുത്. കൊടുങ്കാറ്റായിട്ട് പോയാൽ ഈ വീട് ആരുടെ മണ്ടയ്ക്ക് വീഴും? പറ. പിള്ളേരുടെ മണ്ടയ്ക്ക് വീഴും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. പതുക്കെ അങ്ങോട്ട് ചെന്നിട്ട് വീടിന്റെ വട്ടം നമ്മൾ നിൽക്കണം. എന്തോ പറ. വാക്യത്തെളിവ് പറയാൻ പോവുക. വട്ടം നിൽക്കണം. എന്നിട്ട് 2-4 ചിറവ് കൊണ്ട് കാറ്റടിക്കണം. എന്തോ അടിക്കണം? പറ. കാറ്റടിക്കണം. കാറ്റടിക്കുമ്പോൾ എന്തോ ചെയ്യും? പറ. പിള്ളേരെങ്ങോട്ട് പോകും? ചുഴലിക്കാറ്റ് വരുമ്പോ പിള്ളേരെങ്ങോട്ട് പോകും? ഏലിയാവിനെ എടുത്തോണ്ട് പോയത് ഏതിനകത്താ? ഇത് മനസ്സിലായോ? ദൈവം ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുക്കാനിരിക്കെ അങ്ങനെയെങ്കിൽ ദൂതന്മാര് പറഞ്ഞു, 4 ചിറക് കൊണ്ട് എന്ത് ചെയ്യുക? കാറ്റടിക്കുക. 2 ചിറകും നേരെ നീട്ടണം. എത്ര ദൂതന്മാരാ? 100. അങ്ങനെയെങ്കിൽ 2 ചിറക് മുമ്പോട്ട് വന്നാൽ എത്ര ചിറക് മൊത്തം? പറ. 200 ചിറക്. ഹല്ലേലൂയ. പിള്ളേർ എത്ര എണ്ണമാ ഉള്ളത്? 10. സ്തോത്രം. ഇങ്ങോട്ട് നോക്കിയേ, കാറ്റങ്ങോട്ട് അടിച്ചു. ചുഴലിക്കാറ്റ് പോലെ കാറ്റങ്ങോട്ട് അടിച്ചു. പതുക്കെ ഏലിയാവിനെ ചുഴലിക്കാറ്റ് എടുത്തതുപോലെ കാറ്റടിച്ചു. പിള്ളേരെന്ത് ചെയ്യാൻ തുടങ്ങി? മേളോട്ട് പോകാൻ തുടങ്ങി. പിള്ളേരിന്ന് വിറച്ചു. നോക്കിയപ്പോ ആരെ കണ്ടു? ഹലോ, കയ്യങ്കാലം കെട്ടി സ്പ്രേ അടിച്ച് പൗഡർ വിട്ട് പെട്ടിക്കകത്ത് റീത്തും വെച്ച് കിടക്കുമ്പോ പാടുന്ന പാട്ടാ. പക്ഷെ കച്ചി കേൾക്കുന്നില്ല. ഇത് ജീവനോടിരിക്കുമ്പോ പാടി പഠിക്കണം. ഹലോ, ദൈവദൂത വരുന്നു, വേണ്ടുമ്പോൾ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. എൻ്റെ ആരാധനയിൽ ഞാൻ ഒരു മരണപാത്രങ്ങളും പാടും. എനിക്കത് പാടിയില്ല ഒരു സുഖമില്ല. ലാസർ മരിച്ചു. അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയത് ആരാ? ദൂതന്മാർ. ശരിയാണോ? ഇത് കൂടിയ വാക്യത്തിൽ എന്തോ വേണം? അങ്ങനെയെങ്കിൽ 10 പിള്ളാരെ കഷ്ടത. ഇപ്പൊ ഇങ്ങോട്ട് നോക്കി, ഒരു ചായ ഇട്ട് കൊടുക്കാൻ പാലാ വീട്ടിലുണ്ടോ? കാളകളും കഴുതകളും എല്ലാം പോയി. ഒരു മട്ടൻ ചാപ്സ് ഉണ്ടാക്കി കൊടുക്കാൻ ആടുണ്ടോ? ഇല്ല. പിള്ളേർക്ക് ചാപ്പാട് സമയത്ത് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിൻ്റെ നിറം മാറും. 10 കൂടെ വീട്ടിൽ കിടന്ന് ഗോളം ഉണ്ടാക്കാമെങ്കിൽ ഭ്രാന്ത് പിടിക്കുക തള്ളയ്ക്കും തള്ളയ്ക്കും. അതുകൊണ്ട് ഭക്തന്റെ കഷ്ടതയിൽ ഭക്തന്റെ പിള്ളേർ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. ദൂതന്മാരും അതൊക്കെ ചിറകിനകത്തോട്ട് പിള്ളേരെ വെച്ചു. 001 ഫ്ലൈറ്റ്. സ്വർഗത്തിലെ എയർബസ് വന്നു. ദൂതൻ പിള്ളേർ ചോദിച്ചു, ദൂതന്മാരെ എവിടോട്ട് പോവുക? സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ. ദൈവം ഞങ്ങളുടെ ഡാഡിയെ കാണാൻ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. ഇത് തെളിവൊക്കെ ഉണ്ട്. വരുമായിരുന്നു. ഞങ്ങൾ ഡാഡിയോടൊന്നും പറയും, ദൈവം ഇവിടെ വന്നേച്ചു പോകും. നമ്മളെ എന്താ ദൈവത്തിൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകാത്തത്? പിള്ളേർക്ക് സന്തോഷമുണ്ടോ ദുഃഖമാണോ? കുറച്ചു പറ. സന്തോഷമാണ്. ഹല്ലേലൂയ. ഈ ദൂതന്മാർ ചിറകിനകത്ത് പിള്ളേരെ എടുത്തു. നേരെ എങ്ങോട്ട് പോകുകയാ? ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ദൂതന്മാർ എങ്ങോട്ട് കൊണ്ടുപോയി? അങ്ങനെ കഷ്ടതയുടെ വേളയിൽ ഭക്തന്റെ പിള്ളേർ ആരോടുകൂടെയായിരുന്നു? ദൈവത്തോടു കൂടെയായിരുന്നു. അവസാനത്തെ പറഞ്ഞു നിർത്താം. അവന്റെ ഭാര്യ നേരെ അങ്ങ് തിരിഞ്ഞു. ഒരു കയറും കൊണ്ട് വന്നേച്ച് പറയുക, ഗോത്രാലേലിയായി പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയി ചാവണോ? ദൈവമേ
സ്തോത്രം. സഹിഷ്ണുതയുടെ നെല്ലിപ്പലക കണ്ടു. ഞാൻ നിർത്തട്ടെ. അത് വ്യാഖ്യാനിക്കാൻ പോയാൽ ഇവിടെ നിൽക്കത്തില്ല. കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ടു. സഹിഷ്ണുതയിൽ അവൻ പിടിച്ചു നിന്നു. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തും. ജോബിന്റെ സഹിഷ്ണുത കണ്ടു യഹോവ വരുത്തിയ അവസാനം നാം കണ്ടുപിടിക്കും. ക്രിസ്തീയ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതാണ്, വേദനകൾ നിറഞ്ഞതാണ്. ആമേൻ. 12 വർഷം മുൻപ് എൻ്റെ ഭാര്യ എന്നെ വിട്ട് കടന്നുപോയി. 6 വർഷം മുൻപ് എൻ്റെ 2 ആൺമക്കളിൽ മൂത്ത മോൻ എന്നെ വിട്ട് കടന്നുപോയി. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഈ കൊച്ചു ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന രോഗങ്ങൾ അതിഭയാനകങ്ങളായിരുന്നു. എൻ്റെ രോഗത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവർ പറഞ്ഞു, പാസ്റ്ററെ ഇതിന് മരുന്നില്ല. പക്ഷേ അതിന് മരുന്ന് എൻ്റെ ദൈവമായിരുന്നു. പ്രൈസലോ പ്രൈസലോ. 53 വർഷമായി കർത്താവിന്റെ വേലയിൽ നിൽപ്പാനിടയായിത്തീർന്നു. ആമേൻ. സകലവും നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ സ്ഥാനങ്ങളിൽ സഹിഷ്ണുതയോടെ നിൽപ്പാൻ എന്നെ ബലപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, എന്നിൽ പകർന്ന തീയുടെ അഭിഷേകമാണ്. കണ്ണുകളടയ്ക്കാം. സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാരെന്ന് നാം പുകഴ്ത്തുന്നവൻ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ, ജീവിതത്തിന്റെ കഷ്ടങ്ങളിൽ യോബിനെ പോലെ ഹല്ലേലൂയ ആമേൻ ധൈര്യത്തോടെ നിൽക്കുവാൻ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. അന്യന്മാരുടെ കണ്ണാലല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണുമെന്ന് ഒരു പഴയ നിയമഭക്തന് പ്രത്യാശ ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, എനിക്ക് നിനക്കും ഒരു വലിയ പ്രത്യാശ ഉണ്ട്. അന്യന്മാരുടെ കണ്ണാലല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ എന്റെ ദൈവത്തെ കാണും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിൽ നമ്മെ നിലനിർത്തട്ടെ. അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും, പ്രത്യേക ജോലികളിൽ പാസക്കും സഭയ്ക്കും എൻ്റെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ 20 വർഷം ഒരു സഭയുടെ പാസ്റ്ററായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ച മുൻപ് ഞാനവിടെ ഹോള് വെച്ചു, എല്ലാ സംവിധാനങ്ങളും ചെയ്തു. ദൈവം എന്നോട് പറഞ്ഞ വെളിച്ചത്തിൽ ഞാൻ ആ ചർച്ചിനോട് യാത്ര വന്നു. ആമേൻ. മറ്റേ ചില ശുശ്രൂഷകൾ കേരളത്തിൽ ധാരാളം ചെയ്യുവാനുണ്ട്. ആമേൻ. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളോടുകൂടെ കുറച്ച് ദിവസങ്ങൾ, മാസങ്ങളിലൂടെ സ്വസ്ഥമായൊന്ന് മറ്റേതിവിടെ വന്നാൽ സ്വൈര്യതയിൽ എനിക്ക് ചർച്ച ഇവിടെ കിടക്കുന്നതുകൊണ്ട് സ്വൈര്യമായി പാർക്കുവാൻ ഞാൻ കടന്നു വന്നു. നിങ്ങളോടുകൂടി ഒരു ഫെലോഷിപ്പ്, ആളുകൾ കുറവാണെന്നൊക്കെ ജോലിക്കുട്ടി പാസ് എന്നെ അധൈര്യപ്പെടുത്തി. പക്ഷേ ഒരാളാണെങ്കിലും എൻ്റെ തിയോളജി, എൻ്റെ വേദശാസ്ത്രം ലോകത്തേക്കാൾ വിലയുള്ളതാണ് എന്ന് ഞാൻ പഠിച്ചവനാണ്. സാധാരണഗതിയിൽ കൊച്ചു യോഗത്തിന് ചെറിയ കാര്യങ്ങളും വലിയ യോഗത്തിന് വലിയ ആശയങ്ങളും പറയുന്നതാണ് പ്രസംഗകരുടെ ഒരു സ്വഭാവം. അതിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ പോളിസി അതല്ല. ദൈവം ഏൽപ്പിച്ചത് പറയുക. ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ എനിക്ക് ദൂത് പറയാൻ, അതുകൊണ്ട് വലുത് നാളത്തേക്ക് വെക്കുന്ന പരിപാടി എനിക്കില്ല. ദൈവം എന്ത് തരുന്നോ അത് ഞാൻ പറയുന്നു. അത് പറഞ്ഞ ചാരിതാർത്ഥ്യം എനിക്കുണ്ടാവും. നിങ്ങളോടുള്ള ഫെലോഷിപ്പിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ കണ്ടതുപോലെ അവിടെയും കാണുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ദൈവം ഒരുക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഇഹത്തിലെ ദുരിതങ്ങൾ എന്നുള്ള പാട്ട് പാടുന്ന അവസരങ്ങളിൽ നമുക്ക് ഓഫറിംഗ് എടുക്കാം. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്ക് ഉയരുന്നവരുമല്ലോ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്ക് ഉയരുന്നവരുമല്ലോ.
ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിന്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായല്ലോ. കർത്താവിന്റെ വചനത്തിനായി നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. യോബിന്റേതായ കഷ്ടത, ആമേൻ, സ്തോത്രം. തനിക്ക് ലഭിച്ചതായ സഹിഷ്ണുത, സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നതായ ആ ദൈവവചനം ഞങ്ങൾക്ക് കേട്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തില് ആമേൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിലെ സഹിഷ്ണുത ആമേൻ അത് സിദ്ധതയിലേക്കും അവിടുത്തെ പ്രത്യാശയിലേക്കും നയിക്കുന്നുവെന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ വെളിപ്പെടുവാനുള്ള ദേശം വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ കർത്താവെ, ഹല്ലേലൂയ, ധൈര്യപ്പെട്ട് മുമ്പോട്ട് പോകാൻ ആവശ്യമായ കൃപയും പകരമാറാകണമേ. യോബിന്റെ ജീവിതയാത്രയിൽ കർത്താവിന്റെ സ്തോത്രം വന്ന അഭിമുഖീകരിച്ചതായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവെ തന്റെ ആമേൻ സ്തോത്രം മൃഗസമ്പത്തിന് മേല് ആ ശത്രു നോട്ടം വെക്കുവാനും അതിന്മേലുണ്ടായ പ്രയാസങ്ങള് കർത്താവെ അതിന്റെ എല്ലാം ആമേൻ സ്തോത്ര വിഷയങ്ങളിൽ മേലും കർത്താവെ ദൈവസന്നിധിയിൽ കർത്താവെ, ഹല്ലേലൂയ, പതറിപ്പോവാതെ ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയില് വിശ്വസ്തനായി നിൽക്കുവാൻ ദൈവം അവിടുന്ന് കൃപ നൽകിയല്ലോ. ആമേൻ സ്തോത്രം. തന്റെ കുഞ്ഞുങ്ങളെ മൊത്തമായി മുഴുവനായി ആമേൻ സ്തോത്രം ആമേൻ തകർക്കപ്പെടുവാനിടയായി, അത് മുഴുവനായി ആമേൻ നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. എങ്കിലും തന്നെ ധൈര്യപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ മുമ്പോട്ട് പോകാനിടയായി. തന്റെ ശരീരത്തിന്മേലുണ്ടായതായ ഭയങ്കരമായ രോഗങ്ങള് കർത്താവ് സ്തോത്രം അതിന്മേൽ പിടിച്ചു നിൽക്കുവാൻ ദൈവം തനിക്ക് ആമേൻ സ്തോത്രം അവിടുന്ന് ആവശ്യമായ ശ്രേഷ്ഠത നൽകുവാനിടയായല്ലോ. കർത്താവിന് സ്തോത്രം സ്തോത്രം. എന്റെ തൊക്കെ ഇങ്ങനെ ക്ഷയിച്ച് ഞാന് ഹല്ലേലൂയ ദേഹ സഹിതനായി എന്റെ കർത്താവിനെ കാണുന്നുള്ള ആ വലിയ പ്രത്യാശ ഉണ്ടാകുവാനിടയാലോ. തനിക്ക് ചുറ്റും തന്റെ വീടിന് ചുറ്റും തനിക്കുള്ള എല്ലാത്തിന്മേലും ആമേൻ വേലി കെട്ടി സൂക്ഷിച്ചു. എന്നാൽ കടന്നുപോയതായ ആ ട്രയൽ ഓഫ് ഫെയ്ത്തിൽ, വിശ്വാസത്തിൻ്റെതായ പരിശോധനയില് തനിക്ക് ആമേൻ കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ പറ്റണം. തന്റെ ജീവിതത്തിനിടയായല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഭൂമിയിൽ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയാണ്. ആമേൻ വിവിധങ്ങളാകുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ കടന്നു പോകുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മെ ധൈര്യപ്പെടുത്തിയതായ ആ അനുഭവങ്ങള് ദൈവത്തിന്റെ ദാസനും വിവിധ നിലകളിലായി പ്രയാസങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളുണ്ടായിരുന്നു. തന്നെ ദൈവം ധൈര്യപ്പെടുത്തി ശുശ്രൂഷയ്ക്ക് അതിശക്തിയോടെ നിൽക്കുവാൻ ഗുണം ദൈവം തന്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. ആമേൻ. അർപ്പിക്കപ്പെട്ട ഓപ്പണിങ്ങിനായി സ്തോത്രം. ഈ ആഴ്ച നടക്കുന്ന മീറ്റിംഗിനായി സ്തോത്രം. വെള്ളിയാഴ്ചയും ശനിയാഴ്ച നടക്കുന്ന ആ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ നിത്യനുമായി ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തില് കർത്താവെ, ഞങ്ങൾ അപ്പോസ്തലന്മാർ അനുഭവിച്ചതോ യോബ് അനുഭവിച്ചതായ കഷ്ടങ്ങളൊന്നും ഞങ്ങൾ അനുഭവിക്കാതെ വളരെ കംഫോർട്ട് സോണിൽ കൂടി ഞങ്ങൾ കടന്നു പോകുന്നു. കർത്താവെ, ഹല്ലേലൂയ, ചെറിയ തോതിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിലും കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ വിശുദ്ധന്മാര് പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടതകള് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമാക്കിക്കൊണ്ട് കർത്താവിന്റെ മുഖത്ത് നോക്കി മുമ്പോട്ട് പോകാൻ ആവശ്യമായ കൃപയും അവിടുന്ന് പകരമാകണമേ. പ്രത്യാശ ഉണർത്തിയ ദൈവ വചനത്തിനായി നന്ദി, ഒരു സ്തോത്രം. ആലോചനയിൽ വലിയവനായ ദൈവം തന്നെ മുഴു സാന്നിധ്യമായി ഞങ്ങളുടെ മധ്യം ഉണ്ടായിരുന്നതിനായി സ്തോത്രം. 30, 60, 100 മിനിയായി ദൈവത്തിന്റെ വചനം അത് വർക്കൗട്ട് ചെയ്യുവാൻ തക്കണം, അത് അപ്ലൈ ചെയ്യുവാൻ തക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, സഹോദരി സഹോദരന്മാർക്കായി, പ്രായമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അർപ്പിക്കപ്പെട്ട ഭൗതിക ശേഖരത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പേര് നിമിത്തം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സ്വർഗ്ഗപിതാവ് മാനിക്കണമേ. അടുത്തൊരാഴ്ച കാലം ജീവിക്കുമ്പോൾ കർത്താവിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ അവയെ പ്രമാണിച്ചുകൊണ്ട് കർത്താവെ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച് വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ആവശ്യമായ എല്ലാ കൃപയും പകരമാറാകണമേ. ഇതുപോലെ കാലം നിന്റെ ദാസനെ അവിടുന്ന് ശക്തിയോട് ഉപയോഗിച്ചതിനായി സ്തോത്രം. തന്റെ മടക്ക യാത്രയെല്ലാം അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. തന്റെ കുഞ്ഞുങ്ങൾക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃത്യമായ ആലോചനയും നിയമവും പ്രാപിച്ചവനായി ആമേൻ വരും കാലങ്ങളിൽ വീണ്ടും ശുശ്രൂഷയ്ക്കായി ശക്തീകരിച്ചുകൊണ്ട് കർത്തൃസേവയിൽ അതിശക്തിയോടെ നിൽപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് പകരമാറാകണമേ. കർത്താവേ, നന്ദി, ഒരു സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ.